എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിയോ ഡി ജനീറോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെപ്പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി ശരിയാണ്. കേസരി ബാലഗംഗാധർ തിലക് ശരിയാണ്. കോമൺവെൽത്ത് ആനി ബസൻ ശരിയാണ്. ദ ലീഡർ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു അല്ല വരിക. ദി ലീഡർ മദൻ മോഹൻ മാളവ്യ. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1949 ഒക്ടോബർ 1. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 2, അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. 3, പതിവു കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. 4, തൃശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവു കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം ഡച്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അതുപോലെ തന്നെ തൃശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. തൃശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെടുന്നത് ആരാണ്? ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ മൂഷക വംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുൻപ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാവുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രാഥമിക തരംഗം. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാവേരിയും മഹാനദിയും. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 കിലോമീറ്റർ. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 NW2 ബന്ധിപ്പിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സാദിയ ദുബ്രി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? 1 IBRD, 2 IMF, 3 WTO, 4 WHO. ഉത്തരം വരുന്നത് 1ഉം 2ഉമാണ്, IBRD, IMF. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവാൻ കാരണമായ ഘടകം? 1 വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും. 2 വില ചുരുക്കവും വിദേശ വിനിമയ മിച്ചവും. 3 കയറ്റുമതി മിച്ചം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 1960 മുതൽ 1970 വരെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: 1 HYV വിത്തുകൾ, 2 സുസ്ഥിര വികസനം, 3 രാസവളങ്ങളും കീടനാശിനികളും
4 ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. 5 ജൈവവിത്തിൻ്റെയും രാസവളങ്ങളുടെയും ഉപയോഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സുമൻ ബെറി. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്യാബിനറ്റ് മിഷൻ പദ്ധതി. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരി. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേന്ദ്ര പാർലമെന്റിന്. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, പരമാധികാര. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജനറൽ അനിൽ ചൗഹാൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മുഖ്യമന്ത്രി. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വയോജന സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കൊല്ലം. ചിക്കൻ പോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വാരിസെല്ല സോസ്റ്റർ വൈറസ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, കോൺ കോശങ്ങൾ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആൽഡോസ്റ്റെറോൺ. രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാവുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ത്രോംബോസൈറ്റ്സ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എഡ്വേർഡ് വിൽസൺ. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മോസ്ക്വിറിക്സ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ബെറി. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, V നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 60. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 8 വാട്ട്. അറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലൗറി ബ്രോൺസ്റ്റഡ്
തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആസിഡ് H+ ദാതാവ്, ബേസ് H+ സ്വീകർത്താവ്. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണു നശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 and 3. ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈദരാബാദ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശ്രീജേഷ് PR. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏതു നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും? ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടിടങ്ങഴി. ചേരുംപടി ചേർക്കുക. പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അമൻ സെഹ്റാവത്ത്. തന്നിരിക്കുന്ന വരികൾ വായിച്ചു നോക്കുക. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കുമാരനാശാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയായ ജോഡികളൊന്ന് വായിച്ചു നോക്കാം. ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ല, അത്തച്ചമയം എറണാകുളം ജില്ല. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. RJ45. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണശേഷിയുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. രജിസ്റ്റർ, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകിയത് ഏതു സ്ഥാപനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കെൽട്രോൺ. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉള്ളൊഴുക്ക്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുഖ്യ കമ്മീഷണർ പ്ലസ് പരമാവധി 10 കമ്മീഷണർമാർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗവർണർ. പോക്സോ നിയമം ഏതു തരത്തിലുള്ള നിയമമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ലിംഗനിരക്ഷേപം, ജെൻഡർ ന്യൂട്രൽ. പോക്സോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 വർഷം. NHRC അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാർലമെന്റ്. PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെഷൻസ് കോടതി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 കോടി വരെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അഡ്ജക്റ്റീവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സാഡ്. ചേഞ്ച് ദ സെന്റൻസ് ഐ നോ ഹിം ഇൻ ടു പാസീവ് വോയിസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹി ഈസ് നോൺ ടു മീ. He climbed dash highest mountain in the region. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ദി. Which sentence uses a gerund correctly? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. He suggested going for a walk. He had hardly finished his meal dash. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. had he. The antonym of melancholy is? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. joy. Choose the appropriate collective noun. The dash of judges took a unanimous decision. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബെഞ്ച്. Identify the correctly spelled word. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. One who is new to a profession or activity. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നോവിസ്. What does the idiom let the cat out of the bag mean? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. To reveal a secret carelessly. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിന്റെ ഒറ്റപ്പദം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഗാഢം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഓപ്ഷൻ എ. ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചിത് പ്ലസ് ആകാശം.
ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം? തത്വമല്ല, പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം.